നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സിംബാബ്വൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ T20 സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത്. കാരണം വേൾഡ് കപ്പ് ഹീറോയായ ഒരു താരത്തെ 3 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിൻ്റെ പേരിൽ സ്ക്വാഡിൽ നിന്നേ ഒഴിവാക്കിയിരിക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ മുന്നോട്ടുള്ള സ്കീമിൽ സഞ്ജു സാംസൺ ഇല്ല എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സൈൽ മൽഹോത്ര വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് സഞ്ജു സ്കീമിലില്ല. എന്നാൽ ഹർഷ ബോഗ്ലെ പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ദാറ്റ് BCCI ഗീവ്സ് ഫാൻസ് ദി റീസൺ വൈ സഞ്ജു സാംസൺ ഈസ് ഇൻ ദി ടീം ടു സിംബാബ്വെ. എന്തുകൊണ്ട് സഞ്ജു സാംസൺ സിംബാബ്വേയിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതിന് ഒരു വിശദീകരണം ആരാധകർക്ക് BCCI കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ ബിക്കോസ് അതർവൈസ് പീപ്പിൾ വിൽ അറൈവ് അറ്റ് ദെയർ ഓൺ കൺക്ലൂഷൻ ബിക്കോസ് ഷുവർലി ഹി കനോട്ട് ബി ഡ്രോപ്ഡ്, ഷുവർലി നോട്ട് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം ഡ്രോപ്പ് ചെയ്യപ്പെടാൻ പാടുണ്ടായിരുന്നില്ല. BCCI തന്നെ ഈ കാര്യത്തിൽ വിശദീകരണം കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആളുകൾ അവരുടേതായിട്ടുള്ള കൺക്ലൂഷനുകളിലേക്ക് എത്തുമെന്ന് ഹർഷ ബോഗ്ലെ ട്വീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓരോരോ കൺക്ലൂഷനുകൾ സ്വാഭാവികമായിട്ടും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിൽ. അതിൽ വിവേചനവും മറ്റുമൊക്കെ പറയുന്നുണ്ട് പലരും. പക്ഷേ ഇത് ശരിക്കും ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ആ വേൾഡ് കപ്പ് എടുത്ത ടീം T20 വേൾഡ് കപ്പ് നമ്മൾ നേടിയിട്ട് അധികമായിട്ടില്ല. ആ വേൾഡ് കപ്പ് എടുത്ത ടീമിൻ്റെ നായകൻ സൂര്യകുമാർ യാദവിനെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ശ്രേയസ് അയ്യരെ പുതിയ ക്യാപ്റ്റനാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സഞ്ജു സാംസൺ T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗറായിട്ട് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് നേടിയ താരം 4 മാസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തെയും ഡ്രോപ്പ് ചെയ്യുന്നു. നോക്കുക, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോക്കുകൾ ആ ടൂർണമെൻറ്റിൻ്റെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ വന്നതാണ്. ഇവൺ ആ ഒരു സ്ക്വാഡിലും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ആദ്യമൊന്നും പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല എന്ന് നോക്കണം. ഇടം കയ്യന്മാരായിട്ടുള്ള ഓപ്പണർമാർക്ക് ഓസ്പിനെതിരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഒന്ന് റീഷഫിൾ ചെയ്തിട്ടാണ് സഞ്ജുവിനെ വീണ്ടും ഓപ്പണറായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. സഞ്ജു ആ കിട്ടിയ അവസരം അങ്ങ് പൊളിച്ചെടുക്കി ഹീറോയായി ആ വേൾഡ് കപ്പിൽ. അതിനുശേഷം 3 മത്സരങ്ങൾ, അയർലൻഡിലെ 2 കളികളും ഇംഗ്ലണ്ടിൽ മഴ പെയ്തു പോയൊരു കളിയും അദ്ദേഹത്തിനൊരു മികവ് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെടുമ്പോൾ അവിടെ ചില ചിത്രങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ പകരം അവിടെ ഇടം പിടിക്കുന്നത് റെഡ് ഹോട്ട് ഫോമിലുള്ള വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശിയുടെ ഈ ഫോം സ്വാഭാവികമായിട്ടും ഡിസിഷൻ മേക്കേഴ്സിനെ വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കുകയുണ്ടായി. അപ്പോൾ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിങ് സെറ്റപ്പിന് അദ്ദേഹത്തിൽ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ ബാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ മറ്റ് ക്രൂഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർ വില്ലിങ് ആയിരുന്നില്ല വൈഭവ് സൂര്യവംശിയെ ഇനിയും കാത്തിരുത്താൻ. അതാണ് സൈൽ മൽഹോത്രയുടെ ഒരു നിരീക്ഷണം. സാംസൺ വാസ് ദി കോച്ചിങ് സെറ്റപ്പ് ഒറിജിനൽ ചോയ്സ് ആൻഡ് റിസീവ്ഡ് ബാക്കിംഗ് ഇൻ ദി പ്രസ് കോൺഫറൻസസ്, ബട്ട് ദി അതർ ക്രൂഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് വെയർ നോട്ട് വില്ലിങ് ടു മേക്ക് സൂര്യവംശി വെയിറ്റ് ഇൻ ദി വിങ്സ്. അതാണ്. അപ്പോൾ ഈ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? കോച്ചിങ് സ്റ്റാഫിന് സഞ്ജുവിനെയാണ് പ്രിഫർ ചെയ്യാൻ അവർ തയ്യാറാകുന്നത്. പക്ഷേ അപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വൈഭവ് സൂര്യവംശി ഇനിയും കാത്തിരുത്താൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള സ്റ്റാൻഡ് എടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ് വളരെ സിമ്പിളാണ്. എങ്ങനെ ഹൗ ക്യാൻ യു മേക്ക് ഹിം ക്യാരി ഡ്രിങ്ക്സ്? വൈഭവ് സൂര്യവംശിയെ കൊണ്ട് എങ്ങനെ സ്ക്വാഡിലെടുത്തിട്ട് നിങ്ങൾ വെള്ളം കൊണ്ട് കുടിപ്പിക്കും? ദി ഹോൾ ആർഗ്യുമെൻറ്റ് തീർച്ചയായിട്ടും നമ്മളിത് കേൾക്കുമ്പോൾ അതൊരു കിഡിഷ് ആയിട്ടായിട്ട് നമുക്ക് തോന്നും. സൂര്യവംശിയെ ടീമിലെടുത്തിട്ട് വെറുതെ വെള്ളം കൊടുക്കലാണോ വേണ്ടത്? അവനെ കളിപ്പിക്കണ്ടേ? അതായത് അവനെ യു ഡോണ്ട് മേക്ക് ഹിം ലേൺ ബൈ ക്യാരിയിങ് ടവൽസ് ആൻഡ് ഡ്രിങ്ക്സ്. അവനെ നിങ്ങൾ ചെയ്യേണ്ടത് അവൻ്റെ കോൺഫിഡൻസ് മികച്ച രൂപത്തിൽ നിൽക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. യു ത്രോ ഹിം ഇൻ ദി ഡീപ്പ് എൻഡ് ടു സിം വെൻ ഹീ ഈസ് റൈഡിങ് ഹൈ ഓൺ കോൺഫിഡൻസ്. ഇതൊരു സോഴ്സ്, വെൽ പ്ലേസ്ഡ് സോഴ്സ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി നിലമൊരുക്കലാണ്. അപ്പം ഒരാൾ പുറത്താവണമായിരുന്നു. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ.
ഇതിലൊരാൾ പുറത്താവണം. അപ്പോൾ മറ്റ് 2 പേരും ഇടയ്ക്കൊന്ന് മോശമാവുമെങ്കിലും അവർ സ്കോർ ചെയ്യുന്നുണ്ട്. എന്നാൽ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റൻസി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു സെപ്പറേറ്റ് ഡിസ്കഷൻ സ്വാഭാവികമായിട്ട് നടന്നു. സോ സൂര്യവംശിക്ക് ഒരവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന് സഞ്ജു സാംസൻ്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മ അവർ ഉപയോഗപ്പെടുത്തി. കഴിഞ്ഞില്ല. പ്രഭ്സിമ്രാൻ സിംഗിനെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് മറ്റൊരു മെസ്സേജാണ് സഞ്ജു സാംസണ്. അതായത് ഈവൻ ഇഫ് ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ ഓർ സൂര്യവംശി ഹാവ് ഫെയിലിയർ ഓർ ഇൻകൺസിസ്റ്റൻ്റ് ഔട്ടിങ്സ്, പ്രഭ്സിമ്രാൻ ഈസ് റെഡി ടു ഗ്രാബ് ഹിസ് ചാൻസ്. ഈ 3 പേരിൽ ആരെങ്കിലും ഇപ്പോൾ മോശം പ്രകടനം നടത്തിയാൽ പ്രഭ്സിമ്രാൻ സിംഗിന് അവസരം കൊടുക്കും. ആൻഡ് ഇറ്റ് കുഡ് വെൽ ബി എ ടഫ് റോഡ് ബാക്ക് ഫോർ എക്സ്പീരിയൻസ്ഡ് സാംസൺ. ഇപ്പോൾ സഞ്ജു സാംസണ് തിരിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള വഴിയാവില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. അപ്പം ഇത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ട് സ്ക്വാഡിലുള്ളവരിൽ ഈ സിംബാബ്വൻ സ്ക്വാഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഇല്ലാതിരുന്നത് സഞ്ജു മാത്രമല്ല. പക്ഷേ അത് ഹർഷ്ദീപും വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ 1 ഫോർമാറ്റ് പ്ലെയർ സഞ്ജു സാംസൺ മാത്രമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമിനെ സിംബാബ്വേക്ക് അയക്കുമെന്നാണ്. പക്ഷേ അതല്ല പിന്നീട് തീരുമാനിച്ചത്. ഒരു പുതിയ ക്യാപ്റ്റൻ്റെ കീഴിൽ സെക്കൻഡ് സ്ട്രീം ടീമിനെ അയക്കുന്നൊക്കെ ആദ്യം അങ്ങനെ കേട്ടിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല. ഇനിയുള്ള ചോദ്യം ഗൗതം ഗംഭീറും ടീമും കോച്ചിങ് സ്റ്റാഫ് സിംബാബ്വേയിലേക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിലും ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല എന്നുകൂടി സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നു. അവരല്ലെങ്കിൽ ഏതെങ്കിലും COEയിലെ പാനൽ കോച്ചസായിട്ട് അവിടെ അക്കമ്പനി ചെയ്തേക്കും. ഇനി ഇതൊന്നുമല്ല സ്കീമിൽ സഞ്ജു ഇല്ല എന്ന് പറയപ്പെടുമ്പോൾ ഏഷ്യൻ ഗെയിംസിനുള്ള സ്ക്വാഡിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് കൂടി കേൾക്കുന്നുണ്ട്. ചേഞ്ചസ് ഇൻ ദി ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യ നേരത്തെ തന്നെ ഏഷ്യൻ ഗെയിംസിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചതാണല്ലോ. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ മനസ്സിലാക്കുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യ ക്യാൻ കൺഫേം ദാറ്റ് ദർ കുഡ് ബി സം ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ്. അപ്പോൾ BCCI ഇപ്പം റിലവൻ്റ് അതോറിറ്റീസിനെ കണ്ട് റിക്വസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു താരത്തെ ഉൾപ്പെടുത്തുക എന്ന രൂപത്തിൽ തന്നെ വീണ്ടും നീക്കങ്ങളിലേക്ക്, അത് ചേഞ്ച് വരുത്താൻ നീക്കങ്ങൾ BCCI നടത്താൻ സാധ്യതയുണ്ട് എന്ന്. റൂൾസ് പെർമിറ്റ് ദം ടു ഡു സോ ആൻഡ് എക്സെപ്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ഈവൻ അക്കോമഡേറ്റ് എ പ്ലെയർ നോട്ട് പാർട്ട് ഓഫ് ദി ഇനീഷ്യൽ ലോങ് ലിസ്റ്റ്. അപ്പോൾ ഈവൻ ഇനീഷ്യൽ ലോങ് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന താരത്തെ പോലും വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് റൂൾ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഓൾറെഡി 2026 ഏഷ്യൻ ഗെയിംസിലുള്ള സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്ന കാര്യം ശ്രദ്ധിക്കുക. ആ സ്ക്വാഡ് എങ്ങനെയായിരുന്നു? ശ്രേയസ് അയ്യർ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശിവൻ ദ്യൂബെ, തിലക് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗ്, വൈഭവ് സൂര്യവംശി. അപ്പോൾ ഇനി സഞ്ജുവിനെ മാറ്റി അവിടെ പ്രഭ്സിമ്രാൻ സിംഗിനെ കൊണ്ടുവരുമോ? അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സോ വളരെ കൃത്യമായിട്ട് സാഹിൽ മൽഹോത്ര ഇത് അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നു, സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ സ്കീമിലില്ല എന്നുള്ളത്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.